ഗുഡ് ഈവനിങ്. ഏവർക്കും ലിബർട്ടിയം ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂര് കഴിഞ്ഞ 18 മാസക്കാലം നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിലും വർത്തമാനങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും ചർച്ചാ വിഷയമായി തീർന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ 18 മാസമായിട്ടും അവിടുത്തെ അഗ്നി അണയ്ക്കപ്പെടുവാൻ സാധിച്ചിട്ടില്ല. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നല്ല നേതൃത്വമുള്ള, രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള, ലോകത്തിൽ തന്നെ വളരെ ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന സംരക്ഷകരും നമുക്കുണ്ട്. എങ്കിലും നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമായിരിക്കുന്ന മണിപ്പൂർ ഒരുപക്ഷെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെ അതിർത്തിയായിരിക്കുന്ന മണിപ്പൂർ ഇന്നും അശാന്തിയിൽ കഴിയുന്നു. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചർച്ച നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചാ വേദികളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മളോട് കൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാസ്റ്ററും, അതോടൊപ്പം തന്നെ പുരോഗമന കലാ സാംസ്കാരിക സാഹിത്യ സമിതിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സ്വതന്ത്ര ചിന്തകനായി പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ AP അഹമ്മദ് മാസ്റ്ററുമാണ്. ഇരുവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനം മാത്രമല്ല, ഒരു അതിർത്തി സംസ്ഥാനമാണ്. പല രാജ്യങ്ങളുടെ അതിർത്തി സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഗതികളെയും നിർണ്ണയിക്കുന്നതായിരിക്കും. അതിർത്തി കടന്ന ആളുകൾ ഇവിടേക്ക് കയറുകയും ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധ ശക്തികൾ രൂപപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തെ തന്നെ അത് ബാധിക്കും എന്നുള്ള നമുക്കറിയാം. എങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധിപന്മാർ ആ പ്രദേശത്ത് നടക്കുന്ന കലാപങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കാതെ, അതിനെ ഒന്ന് പരിഹരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മുടെ വേറെ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ അടിച്ചമർത്താനൊന്നും കഴിയില്ലല്ലോ നമ്മുടെ ദേശീയ ചിന്തയിൽ. അടിച്ചമർത്തുകയല്ല, മറിച്ച് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കാൻ എന്തുകൊണ്ട് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യത്തോടെ ആരംഭിക്കാം. രണ്ടുപേരും അതിന് അവരുടേതായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. തോമസ് മാസ്റ്റർ ആരംഭിച്ചാട്ടെ. പ്രാഥമികമായിട്ട് അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പലപ്പോഴായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ജോൺസൺ അച്ഛനെയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അച്ഛനാൽ കഴിയുന്നത് അവിടെയുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും നമ്മൾ അത്തരം ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്തതാണ്. ദൗർഭാഗ്യവശാൽ ടിക്കറ്റ് അടക്കം എടുത്ത് പോകാൻ തയ്യാറായതിനു ശേഷമാണ് വീണ്ടും അവിടെ പ്രശ്നം രൂക്ഷമാകുകയും നമ്മൾക്ക് അവിടെ ചെന്ന് പറ്റാത്ത ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്തത്. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വം, അതിന്റെ ദേശീയ നേതൃത്വം തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുവാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായി മാത്രമല്ല, മാനുഷിക പ്രശ്നം എന്ന നിലയിലാണ് മുഖ്യമായും അതിനെ നോക്കിക്കാണുന്നത്. മണിപ്പൂർ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ആ സംസ്ഥാന ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. അത് സംസ്ഥാന ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ബീരൻ സിംഗ് അവിടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിൽ തികച്ചും പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ബീരൻ സിംഗിന്റെ നടപടികളെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. അപ്പോ അച്ഛൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടി തിരുത്തി പറയുകയാണ്. രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായിട്ട്, ഞാൻ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞത് ആരംഭത്തിൽ തന്നെ മാഷോട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പൊതുവിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ ആ ഒരു കൊച്ചു സംസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ശ്രദ്ധ കൊടുത്തിട്ട്, ചോദ്യം എന്നോടാണ്. അതെ, ഞാൻ വിശ്വസിക്കുന്നത് വേണ്ടുന്ന ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഒരുപക്ഷെ പൊതുബോധത്തിൽ അത് വ്യക്തമായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാഹചര്യവും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്.
അച്ഛൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തിയിൽ പങ്കിടുന്നതും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. ആ പ്രദേശത്തെ ഏതൊരു പ്രശ്നവും, ഇന്നിപ്പോ മണിപ്പൂർ പ്രശ്നം കഴിഞ്ഞ 18 മാസമായിട്ട് നീറി നിൽക്കുന്നതാണ്. ഓരോ മനുഷ്യ മനസ്സുകളിലും അതൊരു വലിയ കനലായിട്ട്, വലിയൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഗോത്ര സംസ്കൃതികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ ഇന്നലെയും തുടങ്ങിയതല്ല. ദീർഘകാലമായി പല ഗോത്രങ്ങൾ തമ്മിൽ പല കാലങ്ങളിലായി ഈ ഏറ്റുമുട്ടലുകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അത്തരം പല ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങള് കേവലം രാഷ്ട്രീയമല്ല, കേവലം ഗോത്രീയവുമല്ല, അതിനെല്ലാം അപ്പുറത്തേക്ക് ഇതിന് മാനങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഔദ്യോഗികമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റ് പല സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എത്തിയിരിക്കുന്ന നിഗമനമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അഹമ്മദ് മാഷ് ഒന്ന് പറഞ്ഞാട്ടെ അതിനെ കുറിച്ചുള്ള അങ്ങയുടെ വീക്ഷണം. ഫാദർ ജോൺസൺ സാർ, തോമസ് സാർ, രണ്ടുപേരെയും ഞാൻ വണങ്ങുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സംവാദം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നതിന് വൈകിയാണെങ്കിലും പങ്കെടുക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷവും എന്നെ പങ്കെടുപ്പിച്ചതിന്റെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ മണിപ്പൂര് കഴിഞ്ഞ 1.5 കൊല്ലമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് വേണ്ടതൊക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം, നമുക്ക് അങ്ങനെ വാദിക്കുകയും ചെയ്യാം. പക്ഷേ ഗവൺമെന്റ് വേണ്ടതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര തുടർച്ചയായി ഒരു നിരന്തരമായി 1.5 കൊല്ലമായി ഒരു നാട് കത്തിയെരിയുമായിരുന്നില്ല. അതിന്റെ കഷ്ടനഷ്ടങ്ങളുടെ കണക്കൊക്കെ എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്നുണ്ട്. നമ്മളത് ഇപ്പോഴും നമുക്ക് അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, മണിപ്പൂരിന്റെ പ്രാധാന്യം, മണിപ്പൂർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ നോട്ടത്തിൽ മണിപ്പൂരിനെ അവരൊരു ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ടല്ല കാണുന്നത്. തോമസ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശത്തെ 6 സംസ്ഥാനങ്ങൾ, നേരെ പറഞ്ഞാൽ അതിന്റെ ഡെമോഗ്രാഫിക് ആയിട്ട് പറയുമ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ദേശീയ ഉപദേഷ്ടാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ സുരക്ഷാ വകുപ്പിന്റെ കണ്ണിൽ പലതരത്തിലുള്ള പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാകുന്നുണ്ട്. ഒരു ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു പഠനം, ബംഗ്ലാദേശിലെ അമേരിക്കൻ പിന്തുണയോടുകൂടി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ കലാപത്തിന് ശേഷം ഒരു ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് ഈ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ആവശ്യപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അല്ല, അമേരിക്കൻ ഗവൺമെന്റ് മുഹമ്മദ് യൂനുസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യക്കും ചൈനക്കും ഇടയിൽ ഒരു താവളം അവർക്ക് ആവശ്യമുണ്ട്. ആ താവളമായി തീരാൻ ഇടയുള്ളത് ആരാണ്? അതിനവര് നേർക്കുനേരെ ഒരു ക്രിസ്തു രാജ്യം എന്ന പേരും പലയിടത്തും മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ഒരു ആശങ്ക നമ്മുടെ ദേശീയ സുരക്ഷാ വക്താക്കളുടെയും വകുപ്പിന്റെയും ഒക്കെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പഠനങ്ങളും പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഒന്ന്. അപ്പോൾ ഒരു ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകാവുന്ന, അതിനെ ഒരു എത്നിക് കളർ കൂടി നിറം കൂടി ചേർത്തുകൊണ്ട്, സാമുദായിക നിറം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആഭ്യന്തര സുരക്ഷ. അതിന്റെ കാരണം, അമേരിക്കയ്ക്ക് ഇന്ത്യയോട് പഴയ ബന്ധമല്ല. ഇന്ത്യ ഒരു വൻകിട രാജ്യമായി, വൻകിട രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന സൈനിക ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വരുതിയിൽ നിൽക്കുകയില്ല എന്ന് അവർക്കറിയാം. ചൈനയാണെങ്കിൽ അമേരിക്കയ്ക്ക് പുതിയ ലോകത്തെ വലിയ ഭീഷണിയുമാണ്. അപ്പൊ അതിനിടയിൽ ഒരു താവളം എന്ന നിലയിൽ നമ്മുടെ അതിർത്തി പ്രദേശത്തെ തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന അവർ ഏത് സമുദായക്കാരാവട്ടെ, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മണിപ്പൂരിൽ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, മണിപ്പൂരിൽ തീവ്രവാദമുണ്ട്. തീവ്രവാദം എന്തിന്റെ പേരിലാണ് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായ പ്രശ്നം അവിടുത്തെ ട്രൈബൽ ഇഷ്യൂ ആണ്. ഈ മെയ്ത്തികളെ കൂടി ഈ ഗോത്രവർഗത്തിന്റെ അവകാശങ്ങൾ കൊടുത്തപ്പോഴാണ് ആരംഭിച്ചത് നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. പക്ഷേ മെയ്ത്തികൾക്ക് ട്രൈബ്സിന്റെ അവകാശങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും നമ്മുടെ ദേശീയ പ്രശ്നങ്ങളുമായിട്ടാണ് കാണേണ്ടത്. പക്ഷെ സംഭവിച്ചിരിക്കുന്ന മെയ്ത്തി ഗോത്രത്തിൽ മഹാഭൂരിപക്ഷവും, സമ്പൂർണമായിട്ടല്ല, ഭൂരിപക്ഷവും ഹിന്ദു വിശ്വാസപ്രകാരം ജീവിച്ചു പോരുന്നതുകൊണ്ട്, എവിടെയോ വെച്ച് അങ്ങനെ ഒരു കഴിവഴിയിലേക്ക് പോയതുകൊണ്ട് ഈ ഹിന്ദു വോട്ട് ബാങ്ക് ആയിട്ടും ബിരേൻ സിംഗിന്റെ ഒരു പക്ഷപാതം അവരോടാണ് എന്ന വാദമാണ് കുക്കികളും നാഗകളും സുവോകളും ഒക്കെ അവിടെ ഉന്നയിക്കുന്നത്.
ഇപ്പോ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് അവിടെ എല്ലാവരും ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾ, തീവ്രവാദം എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. സർക്കാർ ഈ ആഴ്ച പിടിച്ചെടുത്ത ആയുധങ്ങൾ മാത്രമല്ല, അവിടെ പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് CRPF എന്നത്. കഴിഞ്ഞ ആഴ്ചയിലാണ് CRPFുമായിട്ട് നിയമം കയ്യിലെടുത്ത് ഏറ്റുമുട്ടാൻ വന്ന ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചിട്ടാണ് CRPF വെച്ചപ്പോഴാണ് 10 പേര് മരിച്ചത്. പിടിച്ചെടുത്ത ആയുധങ്ങളെ കുറിച്ച് സർക്കാർ പുറത്തുവിട്ട കണക്കാണ്. എപ്പോഴും കലാപഭൂമിയിൽ നിന്ന് ഗവൺമെന്റ് പുറത്തുവിടുന്ന, പോലീസ് പുറത്തുവിടുന്ന, ഭരണകൂടം പുറത്തുവിടുന്ന കണക്കുകളെ അന്ധമായി വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളിൽ പലതും മണിപ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ആയുധങ്ങളാണ്. അപ്പൊ ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ഈ കലാപത്തിന്റെ പിന്നിൽ കളിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് തോമസ് സാർ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ഇപ്പോ നരേന്ദ്രമോദി അധികാരത്തിന് ശേഷം വർഗീയ കലാപങ്ങളുടെ എണ്ണം എത്രയോ കുറഞ്ഞിട്ടുണ്ട്. അത് ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ മണിപ്പൂരിലേക്ക് ചെല്ലാൻ വല്ലാതെ വൈകി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. 2, മണിപ്പൂരിലെ പ്രയോറിറ്റി അതിന്റെ മുഴുവൻ പരിഹാരവും അവിടുത്തെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടോ 2 വിഭാഗത്തിന്റെയും വിശ്വാസം ഒരുപോലെ ആർജിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഈ കഴിഞ്ഞ മാസം ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിലാവട്ടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തില്ല, മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് കുക്കികൾ കൊണ്ട് കാര്യമായി ഒരു റിസൾട്ടും ഇല്ലാത്ത ഒരു ചർച്ചയായി ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു അച്ഛന്റെ അധ്യക്ഷതയിൽ തോമസ് സാർ കൂടി ഉള്ളത് കൊണ്ട് ഞാൻ വായിച്ച ഒരു കാര്യം ക്ലാരിറ്റിക്ക് വേണ്ടി, ഒരു പക്ഷേ നമ്മുടെ ഈ സംവാദം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ സംശയം ഉണ്ടാകാം. ആഗോളതലത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യേണ്ടത്, കൺഫേം ചെയ്യേണ്ടത് ഞാനല്ല, തീർച്ചയായിട്ടും ഈ പാനലിസ്റ്റുകളായ രണ്ട് പേരാണ്, പ്രമുഖരായ 2 പണ്ഡിതന്മാരാണ്. അത് ഈ നമ്മുടെ ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മണിപ്പൂരിലെ ക്രിസ്ത്യാനിറ്റി കത്തോലിക്കരല്ല, പ്രൊട്ടസ്റ്റന്റുകളാണ് എന്നൊരു വാദമുണ്ട് മഹാഭൂരിപക്ഷം. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പ്രൊട്ടസ്റ്റന്റുകളല്ല, ഇപ്പൊ ഇന്ത്യയിലെ കത്തോലിക്ക മഹാഭൂരിപക്ഷം വരുന്ന, ഇന്ത്യയിലെയും ലോകത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സഭ വേണ്ടത്ര ആ വിഷയത്തിൽ പ്രധാനമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തിയില്ല എന്ന് പലയിടത്തും ഞാൻ വായിക്കാനിടയായി. അതിന്റെ വസ്തുത എന്താണ്, അതിന്റെ ഒരു ഡെമോഗ്രാഫിക് റിയാലിറ്റി എന്താണ് എന്ന് പ്രിയപ്പെട്ടവർ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ ഒരു ഫസ്റ്റ് ഫേസ് അവസാനിപ്പിക്കാം. അത് ഇതിനെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാട്ടിൽ എവിടെ സമാധാനക്കേട് ഉണ്ടാവുമ്പോഴും അതിനെ വർഗീയമായും വിഭാഗീയമായും കാണുന്ന ഒരു രീതി നമുക്കുണ്ട്. മുനമ്പത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ മുനമ്പത്ത് പോയും പറഞ്ഞത് അതാണ്. വഖഫ് ബോർഡ് കേരളത്തിലെ മുസ്ലിം വിരുദ്ധ സ്ഥാപനമാണ്. വഖഫ് ബോർഡിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം ഇരകളും മുസ്ലിങ്ങളാണ് എന്ന് ജസ്റ്റിസ് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചു. അതുകൊണ്ട് വഖഫ് ബോർഡിന് ഇരയായി തീരുന്ന ആയിരക്കണക്കിന് ഒറ്റപ്പെട്ട് ചെതറിപ്പോയ മുസ്ലിങ്ങളെ പോലെ അവരുടെ സഹോദരങ്ങളാണ് മുനമ്പത്ത് കഷ്ടപ്പെടുന്ന, കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാവങ്ങളായ ക്രിസ്ത്യൻ സഹോദരങ്ങളും അവിടുത്തെ ധീവര സമുദായത്തിൽപ്പെട്ട ഹിന്ദു സഹോദരങ്ങളും. ഇതിനെ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കാണാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലേക്ക് ഇനിയെങ്കിലും ശ്രദ്ധയെത്തണം. മണിപ്പൂര് BJP ഭരിക്കുന്നത് കൊണ്ട് അവിടെ ബിരൺ സിംഗ് ചെയ്തോട്ടെ എന്ന മട്ടിൽ കേന്ദ്രം കൈയൊഴിഞ്ഞതിന്റെ ഒരു പ്രയോറിറ്റി പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ടാവാം അതിന് കാരണം, മുസ്ലിം തീവ്രവാദവും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ വർഗീയതയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വർഗീയതയും ഒരു ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുള്ളപ്പോ പലപ്പോഴും ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്തൊക്കെ വന്നാലും കൂടെ നിന്നോളും എന്നൊരു അമിതമായ വിശ്വാസവും അവരുടെ ആവശ്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കേണ്ടതില്ല, ചെവി കൊടുക്കേണ്ടതില്ല എന്നൊരു തോന്നലും, ഒപ്പം ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ്, അതുപോലെ വിദേശ ഭീഷണി, ചൈനീസ് ഭീഷണി, അതിർത്തി സംസ്ഥാനങ്ങൾ തുടങ്ങിയ വേണമെങ്കിൽ പെരുപ്പിച്ച് കാണിക്കാവുന്ന കുറെ അജണ്ടകളും കയ്യിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഒടുവിൽ വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. AFFSA അപ്സ എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ, എത്ര കാലം മണിപ്പൂരി ജനത പൊരുതിയിട്ട് എടുത്തു കളഞ്ഞതാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ എടുത്തു കളഞ്ഞതാണ്. ഭീകരമായ കരിനിയമമാണല്ലോ ആപ്സ്പ. ആ നിയമം ഇപ്പോൾ 2ാമതും പുനഃസ്ഥാപിച്ചു. ആലോചിച്ച് നോക്കൂ. ഇറോം ശർമിളയെ പോലുള്ളവർ പതിറ്റാണ്ടുകൾ പൊരുതിയതാണ്. അതിനു മുമ്പ് മനോരമ സംഭവം ഉൾപ്പെടെയുള്ള എത്രയോ സംഭവങ്ങൾ. പട്ടാളക്കാർക്ക് ഏത് മനുഷ്യനെയും ഏത് സമയത്തും പിടിച്ചുകൊണ്ടുപോകാനും എവിടെ വെച്ചും കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ അവകാശം ഉണ്ടായിരുന്നു. വലിയ നഗ്ന ജാഥകൾ അവിടുത്തെ പെൺകുട്ടികൾ, ക്രിസ്ത്യൻ സഹോദരിമാർ നടത്തിയ ഒരു പാരമ്പര്യമുണ്ട്. ആ കരിനിയമം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും മെറിറ്റ് വെച്ചാണ് ഗവൺമെന്റിനെ വിലയിരുത്തേണ്ടത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്, അത് ഹിന്ദുത്വവാദികളാണ്, RSSകാരാണ് എന്നതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് അത് മുസ്ലിം വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ആക്ഷേപിക്കുന്ന കൂട്ടത്തിലല്ല ഒരിക്കലും ഞാൻ. ഒരു അർഹിക്കുന്ന മെറിറ്റ് എപ്പോഴും കൊടുക്കണമെന്ന്
എന്നാണ്. പക്ഷേ താങ്ക് യു. അവരുടെ പ്രയോറിറ്റി അവിടെ ശബ്ദത്തിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു പരാതി. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്. ഇനിയും നമുക്ക് തുടരാം. ഓക്കെ, ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് രണ്ടുപേരും പറഞ്ഞതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഇൻട്രഡക്ഷൻ പാർട്ടിൽ പറയേണ്ടിരുന്നായ ഒരു കാര്യമാണ്. ഇപ്പൊ നടക്കുന്ന കലാപം എന്ന് പറയുന്നത് മെയ് മാസത്തിൽ ആരംഭിച്ചതാണ്. 18 മാസത്തിന്റെ പിന്നിലേക്കല്ല നമ്മൾ പോകുന്നത്. കാരണം പല ആളുകളും ഇപ്പോഴത്തെ കലാപത്തെയും കുക്കികളുടെ കലാപമായിട്ടാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പല സന്ദർഭങ്ങളിലും ഞാൻ അവിടെ പോവുകയും, പ്രത്യേകിച്ച് ഈ കലാപം കഴിഞ്ഞ 18 മാസം മുമ്പ് ആരംഭിച്ച സമയം മുതൽ ആ പ്രദേശത്ത് പോയി ഇത് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ആ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടും പഠനവും നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും അവരുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ശരിയായ വിധത്തിൽ വിശകലനം ചെയ്യാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇപ്പൊ ഈ ജെറീബാം എന്ന് പറയുന്നതായിട്ടുള്ള ജില്ല, അത് ഇംഫാലിനെ പോലെ തന്നെ ഒരു താഴ്വരയാണ്, നല്ലൊരു മനോഹരമായ പ്രദേശമാണ്. അത് അസാമിന്റെ തൊട്ട അതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ അസാമിന്റെ ആ താഴ്വരയെ കുറിച്ച് തന്നെ ബാറാക് വാലി എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രദേശമാണിത്, മനോഹരമായ ഒരു സ്ഥലം. അവിടെ കൂടുതലും അവിടെ കുക്കികളല്ല താമസിക്കുന്നത്. പല ആളുകളും തെറ്റായിട്ട് ധരിക്കാറുള്ളത് ഇത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപങ്ങളാണ്. ഒന്നാമത് മേറ്റികൾ ഗോത്രവർഗക്കാർക്ക് ഉള്ള പദവി കിട്ടിയിട്ടില്ല, തന്നെയല്ല അവർക്ക് ഗോത്രപദവി വേണ്ട എന്ന് ആദ്യമേ വാദിച്ചതും അവർ തന്നെയാണ്. ഈ അടുത്ത സമയത്ത്, അതായത് 18 മാസം മുമ്പ്, കഴിഞ്ഞ 2023 മെയ് മാസം 3-ാം തീയതി നടന്നിട്ടുള്ള ആ കലാപങ്ങള്, അതിന്റെ തുടക്കമെന്ന് പറയുന്നത് അവിടെ ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ്, നമ്മുടെ തമിഴ്നാട്ടുകാരൻ, അദ്ദേഹം അവിടുത്തെ ചീഫ് ജസ്റ്റിസായിട്ട് ചെല്ലുകയും ഒരിക്കൽ പോലും ഹൈക്കോടതിക്ക് എടുക്കാൻ പാടില്ലാത്ത ഒരു കേസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വരികയും അദ്ദേഹം അത് എടുക്കാനായിട്ട് ഗവൺമെന്റ് ഓർഡർ കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും അത് ചെയ്യാൻ കഴിയാത്തതാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ചെവിക്ക് പിടിച്ചത് പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലകടത്തിക്കൊണ്ട് പ്രത്യേകമായ ചില അവകാശങ്ങൾ തനിക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു പരിണതഫലമാണ് ഇന്നും മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നമ്മൾ മറന്നു പോരുന്നത്. ഒരു അവിവേകത്തോടു കൂടിയുള്ള ന്യായാധിപന്റെ അന്യായമായ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം മുഴുവനും ഇത്ര രൂക്ഷമായുള്ളത്. അതുകൊണ്ട് അതിനെ നമുക്ക് ആ വിധത്തിൽ തന്നെ കാണണം. രണ്ടാമതായിട്ട്, ഈ മേത്തികളെ സംബന്ധിച്ച് അവര് സനാമിസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ എൻ ബീരേൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ശ്രീ ബീരേൻ സിംഗ് ഹൈന്ദവനായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അവരുടെ കാങ്കോപ്ലാക്ക് എന്നറിയപ്പെട്ടിരുന്ന മണിപ്പൂരിനെ, ആ മണിപ്പൂരിന്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ മണിപ്പൂർ എന്നുള്ള പേര് തന്നെ സാൻസ്ക്രൈറ്റൈസ് ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുവിസത്തിന്റെ യാതൊന്നും തങ്ങൾക്ക് വേണ്ട എന്നും വാദിക്കുന്ന വ്യക്തികളിൽ പ്രമുഖനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അരമ്പായ് താങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള, ഇപ്പോൾ അതിനെ ഭീകര പട്ടികയിലൊക്കെ ചേർത്തിട്ടുണ്ട്, മേത്തികളുടെ ഭീകര പ്രവർത്തനത്തിന്റെ ഒരു സേനയായിട്ടാണ് അതിനെ കാണുന്നത്. ഈ പ്രിയപ്പെട്ട അഹമ്മദ് സാർ പറഞ്ഞതുപോലെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതുപോലെ പട്ടാളത്തിന്റെ ക്യാമ്പ് ആക്രമിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഈ അരമ്പായ് താങ്കോളാണ്, കുക്കികളല്ല. അപ്പൊ നമ്മള് ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ കാണും. കുക്കികൾ നല്ലവരെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഓരോ ഡിവിഷനെ നമ്മൾ അതുപോലെ തന്നെ കാണും. ഇവർ തമ്മിൽ തന്നെ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. അപ്പൊ അവിടുത്തെ ആ ജനവിഭാഗങ്ങളെ കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് കുറയുമ്പോൾ, പൊതുവിൽ പറയുമ്പോൾ കുക്കികളും മേത്തികളും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളതാണ്. മേത്തികളാണ് അവിടെ ഭൂരിപക്ഷമുള്ളത്. മേത്തികളിൽ തന്നെ 7 മുതൽ 9% വരെ പങ്കിൻസ് എന്നറിയപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരൊക്കെ നേരത്തെ കലാപം ഉണ്ടായിട്ടുണ്ട്. 1993 മുതൽ കുക്കികളും അതേപോലെ നാഗന്മാരും തമ്മിൽ വലിയ ഒരു കലാപം നടന്നിട്ടുണ്ട്. 2 വർഷക്കാലം നീണ്ടുനിന്ന വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ മേത്തികളും പങ്കിൻസും തമ്മിൽ, മുസ്ലിംസും പങ്കിൻസും തമ്മിൽ, ഹിന്ദുക്കളും എന്ന് പറയാൻ പറ്റില്ല, മേത്തികളും തമ്മിലുള്ള പ്രശ്നം, അവിടെ കലാപം ഉണ്ടായി. എന്നാൽ അത് വേഗത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഒക്കെ ഇടപെട്ട് അത് വേഗത്തിൽ അവിടുന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മേത്തി പങ്കിൻസ് എന്നാണ് മുസ്ലിം സഹോദരങ്ങളെ അറിയപ്പെടുന്നത്. അപ്പൊ അവരെല്ലാവരും തന്നെ വളരെ ഐക്യത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്ന പോലെ 2023 വരെ ഈ വിധി വരുന്നിടം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ എല്ലാവരും ഇംഫാലിലും താമസിക്കുമായിരുന്നു. ഇംഫാലുകാര്, അതായത് മേത്തികള് ഹില്ലേരികളിലും പോയി താമസിക്കുമായിരുന്നു. നമുക്കറിയാവുന്ന പോലെ 1960 ഹില്ലേരികളെല്ലാം തന്നെ ഈ ട്രൈബൽസിന് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിസർവ് ചെയ്തിരിക്കുകയാണ്. 1960
നിയമം അനുസരിച്ച് ഹില്ലേരികളിൽ ട്രൈബൽസിന് മാത്രമേ ലാൻഡ് ഒക്യുപ്പൈ ചെയ്യാനായിട്ടും അവിടെ ജീവിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനൊക്കെ സാധിക്കുള്ളൂ. അവരുടെ അനുവാദം കൂടാതെ ആൾക്കവിടെ ലാൻഡ് ഒക്യുപ്പൈ ചെയ്യാൻ കഴിയുകയില്ലെന്നുള്ള നിയമം വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പ്രശ്നങ്ങളെല്ലാം രൂപപ്പെട്ടത്. അപ്പൊ അതിന് പൊളിറ്റിക്സ് എന്ന് മാത്രമല്ല, ഇപ്പം തോമസ് മാഷ് പറഞ്ഞതുപോലെ അഹമ്മദ് സാർ പറഞ്ഞതുപോലെ ഇത് പൊളിറ്റിക്സ് അല്ല ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട, ഇതിനകത്തൊരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ്. അതും കൂടെ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മണിപ്പൂർ എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാങ്കോറപ്പാക്ക് എന്നാണ് അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഈ ബിരൻ സിംഗും ഒക്കെ. അവരുടെ ആ നാട്ടില് ഏറ്റവും കൂടുതൽ വജ്രമുള്ള സ്ഥലമാണത്. ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വജ്രമുള്ള സ്ഥലമാണ്. അതുപോലെ ഒരു ഗ്രീൻ സ്റ്റോൺ ഏറ്റവും വളരെ കൂടുതലുള്ള മിനറൽസ് ഏറ്റവും കൂടുതലുള്ള, അതേപോലെ പെട്രോളിയം ലോകത്തില് സൗദിയേക്കാൾ കൂടുതലുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ധാതു ലവണങ്ങളും എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയുമുള്ള നാട്, ആ മലമുകൾ അത് ഒക്യുപ്പൈ ചെയ്യണം എന്നുള്ള ഒരു ഗൂഢ ആലോചന, അതിനു വേണ്ടിയിട്ട് 2003 മുതൽ നമുക്കറിയാവുന്ന പോലെ ശ്രീ എൻ ബീരൻ സിംഗ് പല മന്ത്രിസഭകളിലും മാറി മാറി, ആദ്യം കോൺഗ്രസിന്റെ പിന്നെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പഠനം നടത്താനായിട്ട് ചില കമ്പനികൾ വരികയും അവർ നടത്തിയ 2007 മുതൽ നടത്തിയ പഠനത്തിൽ 7ഓളം കമ്പനികൾ വന്ന് നടത്തിയ പഠനത്തില് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കലാപങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രൈബൽസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ലാൻഡിനെ, ആ ഹില്ലേരികളെ തങ്ങൾക്ക് അവകാശപ്പെടുത്തണം. ആർക്ക് വേണ്ടിയിട്ടാണ്? ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട്. 24 കമ്പനികൾ, വിഴിഞ്ഞത്ത് വന്ന കമ്പനി അടക്കം അവിടെ അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായി പ്രവർത്തിച്ചു. അതിന് ഒത്താശ കൊടുക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിലെ പ്രധാനികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോയിരുന്നു. അപ്പം ഇത് ബീരൻ സിംഗ് മാത്രം ആവിഷ്കരിച്ച ഒരു പ്രോബ്ലം അല്ല, ഇതിന്റെ വേര് നമ്മൾ അങ്ങോട്ടും കൂടെ ചേകഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് ഇത്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇവിടെയാണ് പ്രസക്തം. എന്തുകൊണ്ട് കേന്ദ്രം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ? കാരണം അവിടുത്തെ ആളുകൾ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, അവിടുത്തെ ആളുകൾ ഒന്നടങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേത്തികൾ, കുക്കികൾ, പങ്കിൻസ്, അതേപോലെ നാഗാസ്, മാറ, അവരെ കുറിച്ച് മാർ കമ്മ്യൂണിറ്റിയെ കുറിച്ചും പറയും ഞാനിപ്പോ. ആ മാർ കമ്മ്യൂണിറ്റി ഇവരെല്ലാം, അതുപോലെ കോം ട്രൈബ്, നമുക്കറിയാമല്ലോ മേരികോം ഒക്കെ ലോകത്തിൽ തന്നെ മാനിക്കപ്പെട്ട മേരികോമിന്റെ ട്രൈബ്. അപ്പൊ ഈ ട്രൈബ്സ് എല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇദ്ദേഹം ഒരു ഭീമമായ തുക ചെലവഴിച്ചിട്ടുണ്ട്. ആ തുകയൊക്കെ എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ഭീമമായ തുക ചെലവഴിച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകയില്ല. ഞാൻ രണ്ടുപേരോടും, നിങ്ങൾ രണ്ടുപേരും ബഹുമാനരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു സംഭവം കർണാടകയിലോ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ നടക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഇതിനോട് പെരുമാറുക? അത് മാത്രം ചിന്തിച്ചാൽ മതി. ശരിക്കും ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് ലോബികൾ ഉരുവാക്കിയതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനകത്ത് കുക്കികളും അതേപോലെ തന്നെ ഈ മേത്തികളും വന്നുപെട്ടു എന്നുള്ളതാണ്. മേത്തികൾ ഒരിക്കൽ പോലും ആരോടും ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്നത്, അതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല കേട്ടോ. അങ്ങനെ ഒരു ഭാഷ്യം ഇവിടെ ചില ആളുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുയിസത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. മേത്തി ലീപ്പോനാണ് ശരിക്കും സംഘപരിവാറിന്റെ ചേരിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മേത്തി ലീപ്പോൾ ഒരു ചില തീവ്രമായി തന്നെ ചിന്തിക്കുന്ന ടീമുകളാണ്. പക്ഷെ ഈ അരമ്പായ് താങ്കോൽ എന്ന് പറയുന്നത് അവർക്ക് സംഘപരിവാറുമായിട്ട് അവർക്ക് ബന്ധമില്ല. പക്ഷേ സംഘപരിവാർ അവരെയും കൂടെ, നമുക്കറിയാവുന്ന പോലെ ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയുടെ മതമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരി മതങ്ങളാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ അവരെ കൂടെ ഉൾക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കലാപം എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തില് ഈ ജിരോബാം എന്ന് പറയുന്ന നാട്ടിലെ ജില്ലയില് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ, അതായത് 2024 ഈ മെയ് മാസത്തില് അവിടെ ജരിബാം എന്ന് പറയുന്നതായിട്ടുള്ള ആ ജില്ല, ഞാൻ പറഞ്ഞല്ലോ അത് അസാമിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഇംഫാലിൽ നിന്ന് 220 കിലോമീറ്റർ അകലമാണ്, 220 കിലോമീറ്റർ ദൂരത്താണ്. അപ്പൊ അവിടുത്തെ ജനസംഖ്യകളും കൂടെ നമ്മൾ നോക്കണം. 2011 സെൻസസ് അനുസരിച്ച് അവിടെ 43,838 ആളുകളെ ഉള്ളൂ അവിടെ.
ഇപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ കുറച്ചും കൂടെ ഒക്കെ കൂട്ടിയാലും പോപ്പുലേഷൻ ഒക്കെ വർദ്ധിച്ചെന്ന് പറഞ്ഞാലും 50,000 താഴെ ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. 50,000 താഴെ ജനങ്ങൾ മാത്രമുള്ള ഒരു ജില്ലയാണ് ഈ ജിരിബാം എന്ന് പറയുന്നത്. അവിടുത്തെ പോപ്പുലേഷനിലെ 50% ആളുകൾ ബംഗാളികളാണ്. 50% ആളുകൾ ബംഗാളികളാണ്. അപ്പൊ മെജോറിറ്റി എന്ന് പറയുന്നത് ബംഗാളികളാണ്. അതിൽ തന്നെ 2ാം സ്ഥാനം എന്ന് പറയുന്നത് മെയ്ത്തിയാണ്. മെയ്ത്തി വിഭാഗക്കാരാണ്. അപ്പം ഈ മെയ്ത്തികൾക്ക് ഇംഫാല് മാത്രമേ ഉള്ളൂ, അവർക്ക് പ്ലേസ് ഇല്ല, വേറെ താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഇത് സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് ഈ കലാപം എന്നൊക്കെ ചില ആളുകൾ ബോധപൂർവം പറയുന്നതിനകത്തും വളരെ തെറ്റുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ഈ ഇംഫാല് പോലെ തന്നെ മനോഹരമായ ഒരു താഴ്വരയാണ് ഈ പറയുന്ന ജെറീബാം എന്ന് പറയുന്ന സ്ഥലം. അവിടെ കൂടുതലും ഈ ബംഗാളികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏകദേശം അവിടെയുള്ളതിനകത്ത് ഒരു 30% ഈ മെയ്ത്തികളാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 13% ഈ മാർ ഗോത്രക്കാരുള്ളത്. മാർ ഗോത്രക്കാർ. പിന്നീട് ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസും ഒക്കെ അവിടെ വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുള്ളതാണ്. അപ്പൊ അവിടെ കുക്കികൾ എന്ന് പറയുന്നത് 1.8% 1.8% ഉള്ളു കുക്കികൾ. അപ്പൊ ഈ മാർ ഗോത്രവർഗക്കാരും കുക്കികളും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പൊതുവിൽ പറയുന്ന സമയത്ത് കുക്കികളും മാർ കമ്മ്യൂണിറ്റി എല്ലാം കുക്കികളായിട്ടാണ് പറയാറുള്ളത്. അത് ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. പത്രക്കാരും ഒക്കെ പോയാലും അവരെല്ലാം ഇംഫാലുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത്, അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അധികം ആരും പോകുന്നില്ല. അല്ലെങ്കിൽ ചുരാച്ചാൻപൂരിൽ പോകും, അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ മൊറേ വരെ പോകും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെൽ സ്റ്റഡീഡ് ആകണം, എന്താണ് ഇതിന്റെ ആക്ച്വൽ ഫാക്ട്സ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ കൊണ്ടാണ് ഈ പഠനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം. ഈ താഡോസ് എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുന്നവർ മാത്രമാണ് കുക്കികൾ. താഡോസ് എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നവർ മാത്രം. അല്ലാത്ത ആളുകൾ സോമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സോമി എന്ന് പറയുന്ന ഗ്രൂപ്പ് അവര് താഡോസ് ഭാഷയല്ല സംസാരിക്കുന്നത്. പക്ഷെ അവരെ നമ്മള് കുക്കികളെന്നാണ് വിളിക്കുന്നത്. അങ്ങനല്ല, കുക്കികളല്ല. അവര് സോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതിനകത്ത് വേറൊരു വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ മാർ എന്ന് പറയുന്നത് മറ്റൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ കുക്കികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഈ മാർ കമ്മ്യൂണിറ്റിയുമായിട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം 2023 മെയ് മാസം മുതലുണ്ടായ പ്രശ്നങ്ങളിൽ വളരെ ശക്തമായിട്ട് അവിടുത്തെ എല്ലാ ഗോത്രക്കാരും അവിടുത്തെ എല്ലാ ജനങ്ങളും മണിപ്പൂരിൽ മൊത്തത്തിൽ അത് ബാധിക്കപ്പെട്ടു. സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം പോയ ഒരു സംസ്ഥാനമാണത്. എനിക്കറിയാം, ഞാൻ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടുകിഴങ്ങിന് പോലും 4-5 കാട്ടുകിഴങ്ങ് അവിടെ കൊണ്ടുവച്ചിട്ട് അതിന് പോലും 100 രൂപ കൊടുക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപയൊക്കെ കൊടുത്ത് ഭക്ഷണം ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ടി വന്നു അവിടെ കലാപം ഉണ്ടായ സമയത്ത്. അപ്പൊ ആ വിധത്തിൽ സാമ്പത്തികമായിട്ട് ചൂഷണമല്ല, ശരിക്കും സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട് ആ പ്രദേശത്തുണ്ടായി. അപ്പൊ ഈ മാർ കമ്മ്യൂണിറ്റി അവര് കുക്കികളും മേത്തികളും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഇടപെടാതെ അവരും സോയും ഒക്കെ മാറി നിൽക്കുകയായിരുന്നു. അവർക്കാർക്കും തന്നെ ഡയറക്റ്റായിട്ട് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലായിരുന്നു. എന്നാൽ പറ്റിയെന്താണ്, ഈ ജെറോബാം എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രദേശത്തെ ആ ജില്ലയില് കഴിഞ്ഞ മെയ് മാസം 7-ാം തീയതി ഈ കഴിഞ്ഞ മെയ് മാസത്തില് അവിടെ ഒരു കുക്കി പയ്യൻ കൊല്ലപ്പെട്ടു. അവന്റെ ചീഞ്ഞളിഞ്ഞ ശരീരം കിട്ടി. അപ്പൊ അത് മെയ്ത്തികൾ ചെയ്തതാണെന്ന് കുക്കികൾ ആരോപിച്ചു. അതിനെക്കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അറസ്റ്റോ മറ്റൊന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. അതങ്ങനെ തന്നെ അങ്ങ് മാറി. അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, അതായത് ജൂൺ മാസം ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ പുഴയിൽ കൂടെ ഒരു മേത്തി സഹോദരന്റെ ജഡം വന്നു. അതിനകത്ത് കൈകാലുകളൊക്കെ ഛേദിക്കപ്പെട്ട നിലയിലാണ് വന്നത്. അപ്പൊ ഇത് കുക്കികളാണ് ചെയ്തതെന്ന് പറഞ്ഞു. കുക്കികളാണ് ചെയ്തത് എന്ന് അവരും പറഞ്ഞു. അങ്ങനെ രണ്ടു കൂട്ടരും ആ സംശയത്തിൽ നിൽക്കുകയാണ്. അതിന്റെ ഒരു തെളിവുകളൊന്നും രണ്ടു കൂട്ടർക്കും കിട്ടിയില്ല, അറസ്റ്റ് നടന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നീട് ഈ 2023 നവംബർ മാസം 7-ാം തീയതി അരമ്പായ് ടാങ്കോൾ എന്ന് പറയുന്നതായിട്ടുള്ള ആ ടീം അവര് മൊത്തത്തിൽ ഈ മാർ കമ്മ്യൂണിറ്റിയുടെ ഗ്രാമത്തിലേക്ക് കയറി വരുന്നത്. അത് വരുന്നത് ഇംഫാലിൽ നിന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഈ ഇംഫാലിലെ മേത്തികൾ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ താമസിക്കും. വിഷ്ണുപൂരില് ഇഷ്ടംപോലെ മേത്തികളുണ്ട്. അപ്പൊ പൊതുവിൽ അവിടെ നമ്മൾക്ക് ഇവിടെയൊക്കെ കേൾക്കുന്ന ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥലമില്ല. ഇംഫാലിൽ മേത്തികൾക്ക് പാർക്കാൻ സ്ഥലമില്ല. അവർക്ക് അവിടെ താഴ്വരയിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. ഹിൽ ഏരിയ മുഴുവനും
മറ്റുള്ള ട്രൈബൽസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഹില്ലേരിയയിൽ എല്ലായിടത്തും എല്ലാ ട്രൈബൽസും താമസിക്കാൻ പറ്റുകയില്ല, അതിനൊക്കെ റിസർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ ബിഷ്ണപ്പൂർ എന്ന് പറയുന്ന പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കിടപ്പുണ്ട്. ഇപ്പൊ പറഞ്ഞ ജിരേബാം പോലുള്ള വലിയ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ മേത്തികളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുമുണ്ട്, ഇഷ്ടംപോലെ ആളുകളുമുണ്ട്. പോപ്പുലേഷൻ വളരെ കുറവുള്ള പ്രദേശങ്ങളുമാണ്. ഇപ്പൊ ജെറീമാന്റെ ഇദ്ദേഹം പറഞ്ഞല്ലോ, 2021 സെൻസസ് അനുസരിച്ച് 43,838 അംഗങ്ങളെ ആ ജില്ലയിലുള്ളൂ. ഒരു ജില്ലയില് 43,838 ആളുകൾ. ഇപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഒരു 7,000 8,000 കൂടെ കൂട്ടിയാൽ തന്നെയും 50,000 താഴെ ആളുകളെ ഉള്ള അവിടെ. അപ്പം ആ സ്ഥലത്ത് കൂടുതൽ ബംഗാളികളാണ്. 50% ഹിന്ദുസ് ഉള്ള ഒരു പ്രദേശമാണ്. വെറും 1.8% മാത്രമേ ഉള്ളൂ കുക്കികള്. ബാക്കി മാർ കമ്മ്യൂണിറ്റിയാണ്. ഈ മാർ കമ്മ്യൂണിറ്റിയുടെ വീടുകളിലേക്ക് ഇവർ വരികയും ആ ഗ്രാമത്തെ അവർ കത്തിക്കുകയും ചെയ്തു. ഗ്രാമത്തെ കത്തിച്ചപ്പോൾ ജനങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു ടീച്ചറും അവരുടെ 3 മക്കളും ഇറങ്ങി ഓടി, പക്ഷേ അവരെ ഷൂട്ട് ചെയ്തു. ഈ ടീച്ചർക്ക് കാലിനും വെടിയേറ്റു, അവർ വീണ് കഴിഞ്ഞപ്പോൾ ആ പ്രായം കുറഞ്ഞൊരു സ്ത്രീയാണ്, അവരെ കൂട്ടബലാത്സംഗം ചെയ്തു. ചെയ്തത് മാത്രമല്ല, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എല്ലുകളെല്ലാം തന്നെ നുറുക്കപ്പെട്ടു. കൂടാതെ തലയോട്ടി തല്ലിപ്പൊളിച്ചു, എന്നിട്ട് കത്തിച്ചു. ഇത് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ ഒരു വെപ്രാളം ഉണ്ടാക്കി. അപ്പൊ ഈ വില്ലേജ് ഗാർഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, വില്ലേജ് വോളണ്ടിയേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ പഠിക്കാൻ അവിടുന്ന് ഒരുപാട് കുട്ടികള് വന്നിരുന്നു. ഈ ചെറുപ്പക്കാർ കുട്ടികള് കോളേജുകളിലൊക്കെ പഠിക്കാനായിട്ട്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പിള്ളേർ തിരിച്ചു പെട്ടെന്ന് പോയി. അതിന്റെ കാരണം അവരുടെ കുടുംബാംഗങ്ങൾ ഭീഷണിയിലാണ്, അവരെ കൊന്നുകളയും എന്നുള്ള ഒരു നില വന്നപ്പോൾ അവർ പഠിത്തം ഉപേക്ഷിച്ച് വില്ലേജ് വോളണ്ടിയേഴ്സ് ആയിട്ട് പോയി. അവരങ്ങനെ ആയുധ പരിശീലനങ്ങൾ കിട്ടിയ കുട്ടികളൊന്നും അല്ല. അവര് ശരിക്കും അവരുടെ ആ ലോക്കൽ ഏരിയകൾ സംരക്ഷിക്കുന്നവരും വെളിയിൽ നിന്ന് ആളുകൾ വരികയാണെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളുമാണ്. അവിടുത്തെ ഒരു പ്രത്യേക രീതി ഞാൻ പോയി കണ്ടിട്ടുള്ളതുകൊണ്ടും നേരിട്ട് അറിയാവുന്നതുകൊണ്ടും പറയാം. ഇപ്പൊ നമ്മുടെ പണ്ട് മാഷുക്കൊക്കെ അറിയാമായിരിക്കും, 2 മാഷുമാർക്കും അറിയാമായിരിക്കും, ഈ മോടം വിതച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരത്തേളിങ്ങനെ കാവൽ വീടുകൾ ഉണ്ടാക്കുമായിരുന്നു അല്ലെ, കാവൽ വീടുകൾ ഉണ്ടാക്കിയിട്ട് ആന വരാതിരിക്കാനും ഒക്കെ. അപ്പൊ അതേപോലെയാണ് ഇവർ താമസിക്കുന്നത്. അതുപോലെയുള്ള താമസ സൗകര്യങ്ങളാണ്. അപ്പൊ ഈ താഴ്വരയിൽ നിന്ന് വരുന്ന ഇപ്പൊ ഈ മേത്തി സഹോദരങ്ങളുടെ ഒരു കുഴപ്പം, അവർക്ക് ഈ ഹിൽ ഏരിയയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഫോറസ്റ്റ് ഏരിയയുമാണ്. ഇവർ വരുമ്പോൾ അവരൊരു പടയായിട്ടാണ് വരുന്നത്, ഒരു 3,000-5,000 ആളുകളായിട്ടാണ്. അപ്പൊ നമ്മള് ആ പ്രദേശത്തൂടെ യാത്ര, എന്റെ ജീവനൊക്കെ പല പ്രാവശ്യം അപകടത്തിൽപ്പെട്ടാണ്. പിന്നെ ദൈവം തമ്പുരാനുള്ളതുകൊണ്ട്, മാഷ് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നെ സൂക്ഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ആളുകളാണ്. അപ്പം അവര് ഈ വില്ലേജ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന പിള്ളേര് 24 മണിക്കൂറും ഉറങ്ങാതെയും ഉണ്ണാതെയും ഒക്കെ തങ്ങളുടെ സഹോദരിമാരെയും അമ്മമാരെയും കാവൽ കാക്കുന്നവരാണ്. ആരെങ്കിലും ഒരു പടയാളികൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇൻഫർമേഷൻ കൊടുക്കും. അവർ ഉടനെ തന്നെ അവരുടെ വീടുകൾ വിട്ട് കാട്ടിലേക്ക് പോകും. ഇവരെ കണ്ടെത്താൻ വലിയ പാടാണ്. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ഈ മാർ കമ്മ്യൂണിറ്റിയില് ഈ ടീച്ചർക്ക് വെടിയേറ്റു, കാല് മുറിഞ്ഞു, അവരെ ഈ വിധത്തില് മൃഗീയമായിട്ട് കൊന്നു. അതിന്റെ റിറ്റാലിയേഷനായിട്ട് മാർ കമ്മ്യൂണിറ്റിയിലുള്ള ചെറുപ്പക്കാര് അവിടുത്തെ CRPF ആ ക്യാമ്പിലേക്ക് കല്ലെറിഞ്ഞു. അവിടെ ഇവർ ഈ മാർ കമ്മ്യൂണിറ്റി മടങ്ങി വന്നത്, ഇവർ വരുന്നില്ലായിരുന്നു. ഇവര് ആസാമിലേക്ക് ഈ കലാപമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മേത്തികളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അസാമിലേക്കൊക്കെ പോയതാണ്. അപ്പൊ അവിടുന്ന് വളരെ ശക്തമായ വാക്തത്വം കൊടുത്ത് മടക്കിക്കൊണ്ടുവന്ന് CRPF നിങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം തരും, നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല, മടങ്ങി വാ എന്ന് പറഞ്ഞ് ആ വില്ലേജിലുള്ള ആളുകളെ കൊണ്ടുവന്നു. അതുവരെ ഒരു കലാപം ഇല്ലാതിരിക്കുന്ന നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ, ഞാൻ പറഞ്ഞില്ല, ബംഗാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ളൊരു നാടാണ് മൊത്തത്തിൽ താമസിക്കുന്നത്. അങ്ങനെയുള്ള ആ നാട്ടിലേക്ക് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ CRPF വേണ്ടുന്ന വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരുടെ സാന്നിധ്യത്തിലാണ് ഈ പറഞ്ഞതായിട്ടുള്ള വെടിവെപ്പ്, വില്ലേജ് കൊള്ളകളൊക്കെ, ലൂട്ടിങ് ഒക്കെ നടന്നത്. വില്ലേജുകളിൽ കയറി കംപ്ലീറ്റ് കൊള്ളയടിച്ചു. അപ്പൊ അതിന്റെയൊക്കെ റിറ്റാലിയേഷൻ ആയിട്ടാണ് ഈ ചെറുപ്പക്കാർ കല്ലെറിഞ്ഞത്. അതിലാണ് CRPF വെടിവെച്ചിട്ട് ഏകദേശം 10 ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നത്. അതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവര് ഈ ഹോസ്റ്റേജ് ആയിട്ട് കുറച്ചുപേരെ കൊണ്ടുപോയി. അവിടെ ക്യാമ്പിൽ കഴിഞ്ഞ, റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിഞ്ഞ മേത്തി സഹോദരങ്ങളിൽ 3 സ്ത്രീകളെയും അവരുടെ 3 കുട്ടികളെയും, നിരപരാധികളായിട്ടുള്ള 2 വയസ്സും 8 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കണം. അപ്പൊ ആ കുഞ്ഞുങ്ങള് അവരെന്ത് ചെയ്തിട്ടാ, പക്ഷേ അവരെ ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയിട്ട് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഇന്ന് രാവിലെയും എനിക്കൊരു മീറ്റിംഗ്
വിദേശത്തുള്ള ആളുകളുമായിട്ട്, അതായത് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആശങ്കാകുലരായിട്ടുള്ള ആളുകൾ അവിടുത്തെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ മലയാളികൾ പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്, ഈ കൊണ്ടുപോയ ഹോസ്റ്റേജിനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ കുക്കികൾ അവരോട് പറഞ്ഞു. അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു, മാർ കമ്മ്യൂണിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യരുത്, നമ്മുടെ രീതി അതല്ല. കാരണം ക്രിസ്തീയ രീതി എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക, അവന് വിശന്നാൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക എന്നുള്ള പ്രമാണമാണ്. നിങ്ങൾ ഒരു പോറൽ പോലെ ഏൽപ്പിക്കരുതെന്നൊക്കെയാണ് ആ കുക്കി സഹോദരങ്ങൾ ഇവരോട് പറഞ്ഞു. ഈ കുക്കികള് ഈ നമ്മൾ പറയുന്ന പോലെ മിലിറ്റന്റ് ആണ് മറ്റാണെന്നൊക്കെ പറയുമ്പോഴും ഞാനൊരു അനുഭവം കൂടെ പറയാം അഹമ്മദ് മാഷെ. അവിടെ കുക്കി കിം എന്ന് പറയുന്ന അവരുടെ കുക്കി എം ബീസ് എന്ന് പറയുന്ന അവരുടെ അപ്പക്സ് ബോഡിയാണ് കുക്കികളുടെ. അതിനകത്ത് അതിന്റെ വിമൻസ് വിങ്ങിന്റെ ഒരു പ്രസിഡന്റ്, പുള്ളിക്കാരിയുടെ മോള് ഡോക്ടറാണ്. അപ്പൊ പുള്ളിക്കാരി വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഒരു അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ അവിടെ ഈ കലാപം ഉണ്ടാകുന്ന സമയത്ത്, വിഷ്ണുപൂരും ചുരാചാൻപൂറും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കീഴിൽ ഏകദേശം 700 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ മെയ്ത്തി പെൺകുട്ടികളാണ്. 700 പേരെ ഈ ഒരൊറ്റ സ്ത്രീ സംരക്ഷിച്ച് ഒരു കുട്ടിക്ക് പോലും ഒരു പോറലേൽക്കാതെ അവരുടെ വീടുകളിൽ കൊണ്ടെത്തിച്ചു. ഈ സ്ത്രീ അവരെ എന്നോട് കരഞ്ഞോട് പറഞ്ഞാണ്. എന്നാൽ അവരുടെ തൊട്ടടുത്ത വീട്ടിലെ 2 പെൺകുഞ്ഞുങ്ങൾ, വിഷ്ണുപൂരിൽ ജോലി ചെയ്യുന്ന 2 ചേട്ടത്തി അനിയത്തി, 24ഉം 22ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞ് കാർ ഷോപ്പില് കാർ വാഷ് ചെയ്യുന്ന പണിയായിരുന്നു. ആ 2 കുഞ്ഞുങ്ങള് അഭയം പ്രാപിച്ചുകൊണ്ട്, അവര് കുട്ടികളാണ്, അഭയം പ്രാപിച്ചുകൊണ്ട് മേത്തി മുതലാളിയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ മുതലാളിയുടെ ഭാര്യ ഈ 2 പെൺകുഞ്ഞുങ്ങളെയും പുറകെ വരുന്ന ചെറുപ്പക്കാർക്ക് എറിഞ്ഞു കൊടുത്തു, മൃഗീയമായിട്ട്. ഞാൻ ആ ബോഡി കാണാൻ ഇടയായിട്ട്, ചുരാചാമ്പൂർ ഞാൻ ആ ബോഡി കണ്ടു. ബോഡി പാർട്സ് എല്ലാം തന്നെ കടിച്ചു പറിച്ചും വളരെ മൃഗീയ, നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ. അപ്പം അതിനകത്ത് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ കുക്കികൾ മോശക്കാരാണ്, ട്രൈബൽസ് എല്ലാം മോശക്കാരായിരുന്നു. ഇവരെല്ലാം ഹെഡ് ഹണ്ടേഴ്സ് ആയിരുന്നു. ഈ പ്രത്യേകിച്ച് മാർ കമ്മ്യൂണിറ്റി ഹെഡ് ഹണ്ടേഴ്സ് ആയിരുന്നു, തലകൊയ്ത്തുകാരായിരുന്നു. അവിടെ സുവിശേഷം ചെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് മാറ്റം ഉണ്ടായത്. അവർ പിന്നീട് യുദ്ധമുണ്ടായതിനെ കുറിച്ച് ഇപ്പൊ അനുദപിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ ചർച്ചകളിൽ പ്രസംഗിച്ച സമയത്ത് അവർക്ക് പാപബോധം ഉണ്ടാകുകയും ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്തത് ഞങ്ങൾ അനുദപിക്കുന്നു, ഞങ്ങൾ ആ തെറ്റ് പറയുന്നു എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പം അവരുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഒരു ഏഞ്ചൽസ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഒരു മൈനോറിറ്റി, നേരത്തെ അഹമ്മദ് സാർ പറഞ്ഞ കാര്യത്തോടെ ഞാൻ അടുത്ത് വരികയാണ്. അവിടെ കത്തോലിക്കൽ, അവിടെ ആർച്ച് ഡയസിസ് ഉണ്ട്, ഇംഫാലില് ആർച്ച് ഡയസിസ് ഉണ്ട്, കാത്തലിക് ചർച്ചസ് ഒരുപാടുണ്ട്. കാത്തലിക് ചർച്ചും കൂടിയാണ് അവിടെ ഡിമോളിഷ് ചെയ്തത്. അവിടെ കത്തോലിക്കരെന്നോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ നാഗാസിന്റെ കൂടുതൽ ചർച്ചസ് എന്ന് പറയുന്നത് ബാപ്റ്റിസ്റ്റ് ചർച്ചസ് ആണ്. മറ്റ് ഈ കുക്കികളുടെ ഇടയിലാണ് ഞങ്ങളുടെയൊക്കെ ചർച്ചസ് ഉള്ളത്, ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഒക്കെ കൂടുതലുള്ളത്. ഇവാഞ്ചലിക്കൽ പ്രോസ്പെറ്റേറിയൻസ് ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അതാണ് നാഗാസിന്റെ ഇടയിലും കുക്കീസിന്റെ ഇടയിലും കൂടുതലുള്ളത്. പ്രോട്ടസ്റ്റന്റ് സഭകളാണെങ്കിലും കാത്തലിക് ചർച്ചസ് ധാരാളമുണ്ട്. അവരെല്ലാവരും വളരെ ഐക്യത്തിലാണ്. അവിടെ ആംകോ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്, ആംകോ, ഓൾ മണിപ്പൂർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാ ചർച്ചസിനെയും ഒരുമിച്ച് നിർത്തുകയും അതിനകത്ത് അതിന്റെ പ്രസിഡന്റൊക്കെ എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്, പുള്ളി ഒരു നാഗയാണ്. അപ്പം അവരൊക്കെ എല്ലാ ദിവസങ്ങളിലും എന്നെ വിളിച്ച് വിവരങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊക്കെ അവരുടെ സംഘടനകളൊക്കെ പറയാറുണ്ട്. അപ്പം അവരെല്ലാവരും ഐക്യത്തിൽ നിൽക്കുന്നതാണ്. അവിടെ അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പം ഇത് ഒരു പ്രത്യേക സഭ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. കത്തോലിക്ക സഭ CBCയിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും KCBCയിൽ ഇവിടെ ആണെങ്കിലും അവിടുത്തെ വികാരി ജനറൽ അച്ഛൻ വന്ന് വളരെ കൃത്യമായിട്ട് ആരംഭ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാനും അവിടെ പോകാനൊക്കെ ഇടയായിത്തീർന്നത്. അപ്പൊ എല്ലാവരും അവിടെ ഐക്യത്തിലാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിലുള്ള കലാപമായിരുന്നില്ല ഇത്. ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങള് മാഷക്ക് മനസ്സിലായല്ലോ വാസ്തവത്തിൽ എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊരു വർഗീയ കലാപം ഇതിനകത്ത് വന്നതാണ്. എന്തുകൊണ്ടാണ് വർഗീയത വന്നു എന്ന് പറയുന്നത്? 250ഓളം ചർച്ചസും ഇൻസ്റ്റിറ്റ്യൂഷൻസും, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇംഫാലും താഴ്വര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത് 36 മണിക്കൂർ കൊണ്ട് തീയിട്ട് നശിപ്പിച്ചു. ഇപ്പം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള എത്തനിക് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ മനുഷ്യർ തമ്മിൽ അങ്ങ് പ്രശ്നം തീർത്താൽ മതി. അതിനെന്തിനാണ് അവർ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ചർച്ചസോ അല്ലെങ്കിൽ ടെമ്പിൾസോ അല്ലെങ്കിൽ മോസ്കുകളോ ഒക്കെ കത്തിക്കുന്നത്? അതൊരു പൈശാചികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പം മാർ കമ്മ്യൂണിറ്റിയുടെ അവിടെയും ചെയ്തത് തന്നെയാണ്.
5-6 ചർച്ചസ്, ഞങ്ങളുടെ ചർച്ച അടക്കം പല ചർച്ചസും അവിടെ കത്തിച്ചു കളഞ്ഞു. അപ്പം അവിടെ സമാധാനപൂർണമായി ജീവിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ പരിഹാരമൊന്നുമല്ല 6 പേരെ കൊണ്ടുപോയി കൊന്നു. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയല്ല. ഞാനത് അറിഞ്ഞ സമയം മുതൽ തന്നെ അംഗോയുടെയൊക്കെ ആളുകളെ വിളിച്ചിട്ട് വളരെ കർക്കശമായിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഏറ്റവും നീചമായിട്ടുള്ള കാര്യമാണ്, അക്രൈസ്തവമായിട്ടുള്ള കാര്യമാണ്, ഒരു ക്രൈസ്തവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവരെ ഫയർ ഇന്നലെ ഒരു സഹോദരൻ കുറച്ചു നേരം കരഞ്ഞു ഫോണിൽ കൂടെ. ഞാൻ ഇതേപോലൊന്നും അല്ല, വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്കൊക്കെ തല താഴ്ത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനായിട്ട് ആർക്കും കഴിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഐഹികമല്ല, അത് ഭയങ്കരമായിട്ട് ഡീപ് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് ഇപ്പം അതിനെക്കുറിച്ച് ഞാനൊരു നാളെ രാവിലെ അമേരിക്കയിൽ തന്നെയുള്ള നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റും അതുപോലെ അതിന്റെ പ്രവർത്തകരും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് ചോദിച്ചിട്ട്. കാരണം ഇത് ABC മലയാളം ചാനലിലാണ് ഏറ്റവും കൂടുതൽ വന്നത്, തത്വമസിക്കാരും അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 ചാനലിലുമാണ് ഈ ഒരു പ്രചാരണം നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കൃത്യമായ പഠനം നടത്തണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ട്രംപ് വന്നപ്പോൾ ട്രംപ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ വെട്ടിക്കളയുന്നതാണ്. ഒരിക്കലും പുള്ളിക്ക് ചിന്ത പോലുമില്ല, ട്രംപ് അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. പിന്നെ ഈ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഉണ്ടായിരുന്ന ബൈഡനും കമലാ ഹാരിസും ഒക്കെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സ്യൂഡോ സയൻസിന്റെ ആളുകളായിട്ട് ജീവിക്കുന്നവരാണ്. അവരെങ്ങനെ ക്രിസ്ത്യ രാജ്യം വേണമെന്ന് പറയുന്നത്? അപ്പൊ ഇതൊക്കെ തന്നെ കമ്പക്കായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ആസൂത്രിതമായിട്ട് ആളുകളുടെ ചിന്തകളെ മാറ്റാനായിട്ടുള്ള. ഞാൻ വേറൊന്നും കൊണ്ടും പറയല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ കുടുംബം, ഞാൻ സംഘപരിവാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. സംഘപരിവാർ കുടുംബം ക്രൈസ്തവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മൾ തമ്മിൽ ബായി എന്ന് പറയും ഉണ്ടല്ലോ. അങ്ങനെ തന്നെയാണല്ലോ, ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ വാദിക്കുന്നത്, ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നു. അമേരിക്ക ട്രംപ് ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയൊക്കെ ചെയ്തു, എല്ലാം ശരി. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബാംഗങ്ങള് ക്രൈസ്തവരോട് കാണിക്കുന്ന പരിപാടി എന്താ? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അപ്പം ക്രൈസ്തവരെ സെപ്പറേറ്റ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു തത്വമാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇവിടെ ക്രിസ്ത്യൻ രാജ്യം വരികയില്ല, അങ്ങനെ ചിന്തിക്കാൻ കഴിയല്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുള്ളപ്പോഴല്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ? ബ്രിട്ടീഷുകാര് അവർക്ക് തോക്കും വെടിക്കോപ്പും ഉള്ളപ്പോഴല്ലേ അവർ ചിന്തിക്കേണ്ടിയിരുന്നത്. അവര് പോലും ക്രിസ്ത്യൻ മിഷണറിമാരെ എതിർത്തവരാണ്, ക്രിസ്ത്യ പ്രവർത്തനങ്ങളെ എതിർത്ത. കാരണം എന്താ? ഇവിടെ മാനവികതയുടെ മഹത്വത്തെ കൃത്യമായി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പോളം അടയ്ക്കപ്പെടും എന്നുള്ളത് കൊണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വളരെയധികം എതിർത്ത്. അപ്പം നമ്മൾ ചരിത്രത്തെ വളച്ചൊടിക്കാതെ നിഷ്പക്ഷമായിട്ട് അതിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വസ്തുതകൾ ഒന്നും തന്നെ ശരിയല്ല എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഇത് പരിഹരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ. NPP ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം NPP ആണ് നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി. അതിനെ ചാരിക്കൊണ്ട് മാത്രമേ BJPക്ക് നിൽക്കാൻ കഴിയുള്ളൂ. എന്നാൽ എന്റെ സങ്കടം എന്ന് പറയുന്നത് 18 മാസത്തിനുള്ളിൽ ഒരു 8 മാസക്കാലം യാതൊരു കലാപവും ഇല്ലാതെ ആ ദേശം കടന്നുപോയി. അതിനോടിടയ്ക്ക് അവിടെ ഒരു സെറ്റിൽമെന്റിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു, എല്ലാ ഓപ്പർച്യൂണിറ്റീസും. ആദരണീയനായ പ്രധാനമന്ത്രി ഒരിക്കൽ അവിടെ കാലുകുത്തിയിരുന്നെങ്കിൽ ഈ 18 മാസത്തിനുള്ളിൽ വന്നിട്ട് സഹോദരങ്ങളെ നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കുക്കികളും നാഗാസും ഒക്കെ ഉണ്ടല്ലോ, ഈ ട്രൈബൽസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവരെ നമ്മൾ സ്നേഹിച്ചാൽ അവർ നമുക്ക് വേണ്ടി അവരുടെ ജീവൻ വേണമെങ്കിൽ എടുത്തു തരും. അതാ അവരുടെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ അവര് എല്ലാം മറന്നു വന്നേനെ, മെയ്ത്തികളും അങ്ങനെ തന്നെ വന്നേനെ. കാരണം ഈ നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളുടെ ഒക്കെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കാപട്യമില്ലാത്തതാണ്. കാരണം അവര് താമസിക്കുന്ന മലമുകളൊക്കെ അവർ പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കഴിയുന്നവരാണ്, കാപട്യമില്ലാത്തതിനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും 100% ഭയങ്കര വിശുദ്ധരാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നവരാണ് അച്ചട്ടായിട്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട തോമസ് സാറ് ആ കാര്യം സൂചിപ്പിച്ചു. സാഗ്മയുടെ
മൂത്ത മകൻ വരികയും ഞങ്ങളുമായിട്ടൊക്കെ ഇവിടെ ചർച്ചകൾ നടത്തുകയും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തു വരുന്നു. തോമസ് സാർ ഓർപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ പോകാനായിട്ട് ടിക്കറ്റ് ഒക്കെ ഓക്കെ ആക്കി പോകുന്നതിന്റെ അന്ന് വൈകിട്ടാണ് ഹോം മിനിസ്ട്രിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾ വരാൻ പാടില്ല, കാരണം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, അവിടെ കലാപം ആരംഭിച്ചു അന്ന് രാവിലെ മുതൽ, അതുകൊണ്ട് ഞങ്ങൾ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞ് അവരെ 3 ഗ്രൂപ്പിലുള്ള നാഗാസിന്റെയും മേത്തികളുടെയും അതേപോലെ മറ്റേ കുക്കികളുടെയും ഗ്രൂപ്പിലുള്ള ലീഡേഴ്സിനെ എല്ലാം നമ്മൾ പറഞ്ഞ് മീറ്റിങ്ങിന് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്ന. കാരണം ഞങ്ങളുടെ കൂടെ വരുന്നത് ജെയിംസ് ചാപ്മാൻ എന്ന് പറയുന്നത് NPP ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ MLA-മാരാണ് ഇവിടെ ഉള്ളത്. 7 പേർ ഇപ്പം വിഡ്രോ ചെയ്തിരിക്കുന്ന 7 പേര്. അപ്പം ആ വിധത്തിൽ അത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇവർ വളരെ പ്രതീക്ഷയോടെയായിരുന്നു. അന്ന് ഞങ്ങൾ ചെല്ലുകയെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തെ പ്രൊഫസേഴ്സ് അടക്കം, പ്രൊഫസർമാരെ കുറച്ച് പേരുണ്ടായിരുന്നു, അവരടക്കം വാവിട്ട് നിലവിളിച്ചു. അവർ പറഞ്ഞത് ദിസ് വാസ് ദ ലാസ്റ്റ് ബസ് ഫോർ അസ് ടു ട്രാവൽ, ദാറ്റ് വാസ് ലോസ്റ്റ്. അതാണ് സംഭവിച്ചത്. കാരണം അത്ര നിഷ്കളങ്കത അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു അഹമ്മദ് മാഷ് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ കഴിയും, അതുപോലെ തോമസ് മാഷക്കും. കാരണം ഘടകകക്ഷി എന്നുള്ള നിലയിൽ, ഭരണപക്ഷത്തിന്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതിനു വേണ്ടി ഒരു ഡെലിഗേഷൻ ആരെങ്കിലും അവിടെ പോയി ഇത് ചെയ്യാൻ തക്കവണ്ണം ഗവൺമെന്റ് എൻറോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. അങ്ങനെ അത് സത്യസന്ധമാണെങ്കിൽ, പക്ഷേ ഞാനൊരു കാര്യം പറയാം, സത്യസന്ധമാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു കൊതി ഉണ്ടെങ്കിൽ 1 മാസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനും ഒപ്പമുണ്ടാവും, അവിടുത്തെ ജനങ്ങളുണ്ടാവും, ഞാൻ ഉറപ്പ് തരും. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ദീർഘമായി സംസാരിച്ചു. പക്ഷേ നാളെ നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് നാളെയോ മറ്റന്നാളോ മാഷ് 2 പേരെ നമുക്ക് വേണം, ഇത് തുടരണം. ഞാൻ കൂടുതൽ സമയം സംസാരിച്ചു, എനിക്ക് മറ്റൊരു ചർച്ചയ്ക്ക് കൂടെ കയറേണ്ടതുള്ളതുകൊണ്ട് ഒത്തിരി നന്ദി. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എടുത്തില്ല, കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യും. വളരെ നന്ദി. ഇനി ഏത് സമയത്തും നമുക്ക് കാണുകയും ആ കൂട്ടായ്മ ഗുണ്ടോട്ടി, എനിക്ക് ചർച്ച ഉണ്ട് കേട്ടോ ഗുണ്ടോട്ടിയിൽ, വരുമ്പോ വിളിക്കൂ സർ, തീർച്ചയായിട്ടും നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, എന്റെ ചർച്ചിൽപ്പെട്ട ആളാണ്. എനിക്ക് തോമസ് സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഒരു പക്ഷേ ഈ ഇഷ്യൂവിന് വേണ്ടി അധികാരം ഉപേക്ഷിക്കാൻ തയ്യാറായ വലിയ ത്യാഗമാണ്. അതിനു മുമ്പേ KPP ഇറങ്ങിയായിരുന്നു, വിൽസന്റെ പാർട്ടി, കുക്കീസ് പീപ്പിൾസ് പാർട്ടി. കൂട്ടത്തിൽ ഒരു കാര്യം, ഇന്നലെ CBCIയുടെ ഒരു നാഷണൽ കോൺഫറൻസ് പാലായിൽ നടന്നില്ലേ? അതെ, കാത്തലിക് കോൺഫറൻസ്. അല്ല, അവർ വളരെ ബേസിക്, വളരെ ഉൾക്കാഴ്ചയോട് കൂടി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. മുനമ്പത്തേതുപോലെ മണിപ്പൂർ പ്രശ്നവും രണ്ടും ഒരുപോലെ പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. രണ്ടും സാമുദായികമല്ല, രണ്ടും ദേശീയ പ്രശ്നങ്ങളാണ്. വളരെ ഉൾക്കാഴ്ചയോട് കൂടിയുള്ള സമീപനമാണ്. തീർച്ചയായിട്ടും സാർ, ഇപ്പോ എനിക്ക് വലിയ നന്ദിയുണ്ട്. നമുക്ക് ഇപ്പോ സാറിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ജോൺസൺ സാറിന്റെ, എനിക്ക് തോന്നുന്നു ഞങ്ങള് പറയുന്നതിനേക്കാൾ ഇതിന്റെ ഗ്രാസ് റൂട്ടിൽ നിന്നുള്ള കൃത്യമായ വിജ്ഞാനവുമായിട്ടാണ് സാറ് സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ രാഷ്ട്രീയ വശവും സാമുദായിക വശവും അല്ലാതെ ഇതിനപ്പുറത്ത് വളരെ രൂക്ഷമായ ഗുരുതരമായ ഒരു സാമ്പത്തിക വശമുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഒട്ടും. വളരെ വിജ്ഞാനപ്രദമായിരുന്നു ഈ ടോക്ക്. നാളെ നമുക്ക് തുടരണം സാർ, ഞാൻ തീർച്ചയായിട്ടും വരും. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം സൂചിപ്പിച്ചോളൂ സാർ. അഹമ്മദ് സാറ് പറഞ്ഞതില് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ ആക്ടിനെ കുറിച്ച് പറഞ്ഞു. ആംഡ് ഫോഴ്സസിന് അവിടെ ബലാത്സംഗം ചെയ്യാനൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ട്. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ ആക്ടിൽ അങ്ങനെയൊന്നില്ല. അത് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിലവിൽ അവിടെയുള്ള മണിപ്പൂർ പോലീസ് കുക്കി പോലീസും മെയ്തി പോലീസുമായിട്ട് ഡിവൈഡഡ് ആണ്. ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ മണിപ്പൂരുകാരനായിട്ടുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് അജോയ് കുമാർ, അദ്ദേഹം അവിടുത്തെ മുൻ DGP ആണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ നിലവിലുള്ള പോലീസിനെ വെച്ചിട്ട് ഒരു പോലീസിനകത്ത് ഡിവൈഡ് ആണോ? പോലീസിനകത്ത് കമ്മ്യൂണൽ ഡിവൈഡ് ആണോ? പോലീസ് ഇപ്പൊ കുക്കി പോലീസും മെയ്തെ പോലീസുമായിട്ട് നിൽക്കുന്ന മണിപ്പൂർ പോലീസും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഇവിടെ 2 പേരും ഉൾക്കൊള്ളാത്ത, മണിപ്പൂർ പോലീസിൽ പെടാത്ത ഒരു തേർഡ് ഫോഴ്സിന് മാത്രമേ അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആംഡ് ഫോഴ്സസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പത്രങ്ങൾ പറയുന്നത് പോലെ ആംഡ് ഫോഴ്സസിന് ഇങ്ങനെ അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളൊന്നും കൊടുത്തു വിട്ടിട്ടുമില്ല. ഇപ്പൊ നിലവിൽ അവിടെയുള്ള ഒരു തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഡ് ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്താൽ പോലും ആംഡ് ഫോഴ്സസിന്റെ കൺട്രോൾ ബീരൻ സിംഗിന് വേണം, മുഖ്യമന്ത്രി ബീരൻ സിംഗിന് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.
എന്നാൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ മുഖ്യമന്ത്രിയായിട്ടല്ല, ഒരു വിഭാഗത്തിന്റെ വ്യക്തമായിട്ടാണ് അവിടുത്തെ കുക്കികളും നാഗാസും കാണുന്നത്. അപ്പം അതുകൊണ്ട് ആംഡ് ഫോഴ്സസിന്റെ കൺട്രോൾ അദ്ദേഹത്തിന് ഏൽപ്പിക്കാനും പറ്റില്ല. ആ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വശങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ ആക്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചും അഭിപ്രായം പറയാനെന്ന് എനിക്ക് അഹമ്മദ് മാഷോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തന്നെയല്ല മാഷ, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അവിടെ ആസാം റൈഫിൾസിനെ ഈ പ്രശ്നം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരിത് അമേക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ മിടുക്കരാണ്. അതേ ഉള്ളൂ പരിഹാരം, വേറൊരു പരിഹാരവും ഇല്ല. കാരണം അവർക്ക് ട്രൈബൽസിനെ അറിയാം, അവർക്ക് അവിടുത്തെ മേത്തികളെ അറിയാം. അപ്പൊ രണ്ടു കൂട്ടരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലാപമില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കാൻ അവർക്ക് കഴിയും. മാഷ, ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിൽ ഉണ്ടായിട്ടും ഞൊടിയടയ്ക്ക് അത് തീർത്തിട്ടില്ലേ? ഹരിയാനയിൽ തന്നെ ഉണ്ടായ ആ പ്രശ്നം മൂന്ന് ദിവസം പോലും നിന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ തീർക്കാവുന്നേ ഉള്ളൂ. അതിന് മനസ്സ് വെക്കണം. പക്ഷെ മനസ്സ് വെക്കാത്തതിന്റെ കാരണം ഇപ്പോൾ കമ്പനിക്ക് ഈ സ്ഥലങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഇട്ടിട്ട് 7 വർഷമായി. ഇല്ലെങ്കിൽ കമ്പനി കേസിന് പോകും. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് നാളെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.